നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ദില്ലിയിൽ നടക്കുന്ന സമരത്തിന് മറ്റൊരു ഘട്ടം ഇന്ന് തുടങ്ങുകയാണ്. പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് CJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ പാർലമെൻറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ പാർലമെൻറ്റ് മാർച്ചിന് അനുമതി CJP തേടുകയോ ദില്ലി പോലീസ് അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ ഇന്ന് സംഘർഷമുണ്ടാകുമെന്ന് വ്യക്തമാണ്. പാർലമെൻറ്റ് മാർച്ച് അനുമതിയില്ലാതെ അനധികൃതമായി നടത്താൻ CJP ഒരുങ്ങുകയാണ്. സർക്കാരിനെ പ്രകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. അതായത് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യുമെന്നും ദേശീയ പതാകകളേന്തി യുവാക്കൾ പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുക്കണമെന്നും CJP അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുക്കാനായി ഏതാനും ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ദില്ലിയിലെ ജന്തർ മന്ദർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് പൊതുവെ ഈ സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചതിന് ശേഷം CJPയുടെ സമരത്തിന് വലിയ ജനപങ്കാളിത്തമില്ലായിരുന്നു. ഏതാനും ചില വിദ്യാർത്ഥികൾ വന്നു പോകുമെന്നല്ലാതെ CJPക്ക് പിന്തുണ ഒട്ടും ലഭിച്ചിരുന്നില്ല. എന്നാൽ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയതിന് തൊട്ടു പിന്നാലെ ചില ആൾക്കൂട്ടം ഇപ്പോൾ CJPയുടെ നിരാഹാര പന്തലിലേക്ക് വരുന്നുണ്ട്. ഈ ആൾക്കൂട്ടം മുതലെടുത്തുകൊണ്ട് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താനാണ്, അതുപോലെ തന്നെ ശ്രദ്ധ നേടാനുമാണ് ഇപ്പോൾ CJPയുടെ ശ്രമം. ഇപ്പോൾ ഇത്രയധികം ആളുകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ ക്യാമ്പയിൻ നടത്തിയ സമയത്തുള്ള അല്ലെങ്കിൽ ഈ ഓൺലൈനിലൊക്കെ കോടിക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയാണ് CJP അവകാശപ്പെട്ടത്. അങ്ങനെയൊന്നുമുള്ള പിന്തുണ ദില്ലിയിൽ CJPയുടെ സമരത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് CJP പോലീസിനോട് കൊമ്പ് കോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. അനുമതി തേടാതെയും അനുമതി ഇല്ലാതെയും CJP പാർലമെൻറ്റ് മാർച്ച് നടത്തും. അതും പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ഇന്ന് തന്നെ. സ്വാഭാവികമായും ദില്ലി പോലീസിന് നോക്കിയിരിക്കാൻ കഴിയില്ല. പാർലമെൻറ്റ് മാർച്ച് തടയാനായി ദില്ലി പോലീസ് എല്ലാ നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ജന്തർ മന്ദറിൻ്റെ ഗേറ്റുകളിലെല്ലാം ഇപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. JNUവിൻ്റെ പ്രവേശന കവാടത്തിലും പോലീസിൻ്റെ ബാരിക്കേഡുകളുണ്ട്. ഇവിടെ നിന്നും പുറത്തേക്ക് വിടില്ല എന്ന ഒരു വാശിയോടുകൂടിയാണ് ദില്ലി പോലീസ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. തലസ്ഥാനത്ത് വൻ സേനാ വിന്യാസം തന്നെയുണ്ട്. ഇത് ഒരടിയിലെ കലാശിക്കൂ എന്നുറപ്പാണ്. അടിക്ക് കണക്കാക്കി തന്നെ രംഗത്ത് വരാനാണ് ഇപ്പോൾ അനുയായികൾക്ക് CJP നൽകിയിരിക്കുന്ന നിർദ്ദേശം. CJPയുടെ അനുയായികളും പ്രവർത്തകരും മാത്രമല്ല SFIയും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. SFIയുടെ ദേശീയ നേതാക്കളും അതോടൊപ്പം തന്നെ SFIയുടെ JNUവിലെ പ്രവർത്തകരുമെല്ലാം ഇപ്പോൾ ഈ സമരത്തിന് സജീവമായി പങ്കെടുക്കാൻ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പോലീസുമായി കൊമ്പ് കോർക്കുമെന്ന് ഉറപ്പാണ്. ഗ്രനേഡുകളും കണ്ണീർ വാതക പ്രയോഗങ്ങളുമെല്ലാം നേരിടാൻ കണക്കാക്കിയാണ് വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നത് എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരം ഇന്ന് പ്രക്ഷുബ്ധമാക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിരാഹാര സമരം അനുഷ്ഠിച്ചു വന്നിരുന്ന ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിച്ചു വന്നിരുന്ന വിഘടനവാദി നേതാവ് സോനം വാങ്ചുക്കിനെ കേന്ദ്ര സർക്കാർ ദില്ലി പോലീസ് ബലം പ്രയോഗിച്ച് സമരപന്തലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയത്. സോനം വാങ്ചുക്കിൻ്റെ ജീവൻ അപകടത്തിലായതോടുകൂടിയാണ് ദില്ലി പോലീസ് ഈ നടപടി നടത്തിയത്. ദില്ലി പോലീസ് മഫ്റ്റിയിൽ ഡോക്ടർമാരെന്ന വ്യാജേന CJPയുടെ സമരപന്തലിലേക്ക് എത്തുകയായിരുന്നു. പൊടുന്നനെ അവർ തുണി കൊണ്ട് ഈ സോനം വാങ്ചുക്കിനെ മറയ്ക്കുകയും തൂക്കിയെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുകയുമാണ് ഉണ്ടായത്. അതേസമയം ആശുപത്രിയിലെത്തിയ സോനം വാങ്ചുക്ക് ഇപ്പോഴും നിരാഹാര സമരം തുടരുന്നു എന്നാണ് സൂചന. കൂടുതൽ ആളുകൾ നിരാഹാര സമരത്തിലേക്ക് വരണമെന്ന് സോനം വാങ്ചുക്ക് ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CJPയുടെ അധ്യക്ഷനായിട്ടുള്ള അഭിജിത് ദീപ്കെയാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. നിരാഹാര സമരത്തിന് പിന്തുണയുമായി ഏതാനും ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ജന്തർ മന്ദറിൽ വന്നു പോകുന്നുണ്ട്. ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു ഹർജി പരിഗണിക്കുമ്പോൾ നടത്തിയ ഒരു പരാമർശം, ആ ഹർജിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം, ആ പരാമർശം വളച്ചൊടിച്ചുകൊണ്ടാണ് രാജ്യത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രക്ഷോഭം ആരംഭിക്കാൻ CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു സംഘടന ശ്രമം നടത്തിയത്. എന്നാൽ ഈ സംഘടനയ്ക്ക് പിന്നിൽ വിദേശ ശക്തികളാണെന്നും ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് തന്നെ ഭീഷണിയായ നീക്കങ്ങളാണ് നടക്കുന്നതെന്നും ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരുന്നു. എന്നിട്ടും സമരക്കാർക്കെതിരെ വലിയ പ്രകോപനമൊന്നും സർക്കാർ കാട്ടിയില്ല. അർഹിക്കുന്ന അവഗണനയോടുകൂടി സമരക്കാരുടെ രംഗപ്രവേശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടു എന്നുള്ളതാണ്. CJP രൂപീകരിക്കപ്പെട്ടത് അഭിജിത് ദീപ്കെ അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ്.
അതിനുശേഷം ഈ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം അഭിജിത്ത് ദീപ്കെ നാട്ടിലേക്കെത്തി. അഭിജിത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. ജന്തർ മന്ദറിലെ സമരത്തിന് അനുമതി ലഭിക്കില്ല എന്നും എല്ലാവരും കരുതി. പക്ഷേ ആ അനുമതി കൊടുത്തു. പക്ഷേ കേന്ദ്ര സർക്കാർ കാട്ടുന്ന ക്ഷമ മുതലെടുക്കാനാണ് CJP പ്രവർത്തകർ ശ്രമിച്ചത്. സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചു. 20-ന്, അതായത് ഇന്ന് പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. സോനം വാങ്ചുക്കിന്റെ നിരാഹാരം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് നിരാഹാരം അവസാനിപ്പിച്ച് സോനം വാങ്ചുക്കിനെ നിർബന്ധപൂർവം ആശുപത്രിയിലേക്ക് മാറ്റി. തീർച്ചയായും ദില്ലി ഹൈക്കോടതി വിധിയും അതുപോലെ ദില്ലി പോലീസിൻ്റെ നടപടിയുമാണത്. എങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ തന്ത്രങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമായി പറയാം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് CJPയുടെ ആവശ്യം. സ്വാഭാവികമായും മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ ഒഴിവാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പകരമൊരു പുതിയ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുമെന്നും ഇപ്പോൾ ദില്ലിയിൽ ചർച്ചകളുണ്ട്. ഈ സമയത്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ ആവശ്യവുമായി രംഗത്ത് വരുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ആ തീരുമാനം നേരത്തെ തന്നെയുണ്ട്. അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ തങ്ങൾ സമരം നടത്തിയതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് എന്നൊരു വ്യാഖ്യാനം കൊടുക്കാനും ഇന്ത്യയിൽ പ്രശസ്തരാകാനുമാണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ നരേന്ദ്രമോദി ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളി മന്ത്രിസഭാ പുനഃസംഘടന മാറ്റിവെച്ചു. പാർലമെന്റിന്റെ സമ്മേളനത്തിന് ശേഷമാകാം മന്ത്രിസഭാ പുനഃസംഘടന എന്ന തീരുമാനത്തിലേക്ക് NDA വന്നു. കാരണം പാർലമെന്റിലെ നിർണായകമായ ഒരു മൺസൂൺ സെഷനാണ് നടക്കാൻ പോകുന്നത്. നിർണായകമായ ബില്ലുകൾ ചർച്ചയ്ക്ക് വരാൻ പോകുന്നു. നിർണായകമായ നീക്കങ്ങൾ പാർലമെന്റിൽ നടക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം മന്ത്രിസഭാ വികസനം എന്ന ഒരു തീരുമാനത്തിലേക്ക് NDA എത്തി. ഇതോടുകൂടി സോനം വാങ്ചുക്കിൻ്റെയും അതുപോലെ തന്നെ അഭിജിത്ത് ദീപ്കയുടെയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും പദ്ധതികൾ പൊളിയുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിനു മുമ്പ് സമരം ഘടിപ്പിക്കുകയാണ് CJP. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെന്റ് മാർച്ച് ആഹ്വാനം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ പാർലമെന്റ് മാർച്ച് തുടങ്ങുന്നിടത്ത് തന്നെ തടയാനാണ് ഇപ്പോൾ ദില്ലി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. JNUവിനെയും അതുപോലെ തന്നെ ജന്തർ മന്ദറിനെയും ദില്ലി പോലീസ് വളഞ്ഞിരിക്കുന്നു. തലസ്ഥാനത്ത് വലിയ സേനാ വിന്യാസമുണ്ട്. സമരത്തിന്റെ പേരിൽ അക്രമങ്ങൾ നടക്കാനുള്ള സാധ്യത ഇന്റലിജൻസ് റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൻ സേനാ വിന്യാസം ഇപ്പോൾ തലസ്ഥാനത്ത് നടത്തിയിരിക്കുന്നു. CJP അവരുടെ മാർച്ചുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ മാർച്ച് അനുവദിക്കില്ല എന്ന നിലപാടുമായി സർക്കാരും ദില്ലി പോലീസും രംഗത്തുണ്ട്. ന്യൂഡൽഹി ജില്ലയിൽ മൊത്തത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 പേരിൽ കൂടുതൽ അവിടെ കൂടാൻ പാടില്ല. ആ നിയമം ലംഘിച്ചാൽ തീർച്ചയായും CJPക്കാർ ഇന്ന് റോഡിൽ കിടന്ന് അടിവാങ്ങും എന്ന സാഹചര്യമുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഉറ്റുനോക്കുകയാണ് ദില്ലിയിലെ ഇന്നത്തെ സാഹചര്യങ്ങൾ എല്ലാ മാധ്യമങ്ങളും.